ഇനി മലപ്പുറത്തേക്കാണ്. അവിടെ പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന 3 പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. 3.5 കിലോ സ്വർണമാണ് ഇവർ കവർന്നത്. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നമ്മൾ ചില CCTV ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ലിഷോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ 5 പേരുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. 3 പേരാണ് പിടിയിലായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ എങ്ങനെയാണ് പിടികൂടിയത്? സ്വർണം ഇവരിൽ നിന്ന് തിരികെ കിട്ടിയോ? ആര്യ, ഇപ്പോൾ 4 പേർ തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ 4 പേരെയും വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ സംഭവം ഈ പെരിന്തൽമണ്ണയിൽ ഈ മോഷണം നടന്നതിന് ശേഷം അതിനുശേഷം ഈ പ്രതികൾ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഈ രക്ഷപ്പെട്ടതിന് ശേഷം ഈ വാഹന പരിശോധന വിവിധ ഇടങ്ങളിൽ കർശനമാക്കുന്നതിന് വേണ്ടി നിലവിൽ പോലീസിന് അപ്പോൾ തന്നെ ഒരു അലർട്ട് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെയെല്ലാം തന്നെ വലിയ രീതിയിൽ വാഹന പരിശോധന നടത്തിയിരുന്നു. തൃശ്ശൂർ ഈസ്റ്റ് പോലീസും സമാനമായ രീതിയിൽ വാഹന പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഈ സംഘം പോലീസിന് മുന്നിൽപ്പെടുന്നത്. തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ ഒരു മഹീന്ദ്ര വാഹനത്തിൽ ഇവർ സഞ്ചരിക്കുന്നതിനിടയിൽ ഈസ്റ്റ് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. ഇതിൽ തൃശ്ശൂർ വരന്തരപ്പള്ളി സ്വദേശിയായ സതീശൻ, നിഖിൽ എന്നിവരും അതുപോലെ തന്നെ കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ, ലിജിൻ രാജൻ എന്നീ 4 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ വാഹനത്തിനകത്തുനിന്നും സ്വർണം നിലവിൽ പിടികൂടിയിട്ടില്ല. ഈ സ്വർണം കവർച്ച നടത്തിയതിന് ശേഷം സംഘം 2ആയി പിരിഞ്ഞ് വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സംഘമാണ് സ്വർണവുമായി പോയിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ഈസ്റ്റ് പോലീസ് പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം ഈ പ്രതികളെ ഈ കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പെരിന്തൽമണ്ണ പോലീസിനെ കൈമാറുകയാണ് ചെയ്യുക. ശരി, 4 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. പക്ഷേ 3.5 കിലോ സ്വർണമാണ് നഷ്ടമായത്. ആ സ്വർണത്തെപ്പറ്റി ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. പ്രതികളിൽ നിന്ന് തിരികെ ലഭിച്ചിട്ടില്ല.